ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പച്ചരി കൊണ്ടൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ പച്ചരി വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 6-7 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, ഒരു 10-20ഓളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാനായി ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml 4 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അരി തിളക്കാനുള്ള വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരി അതിലേക്കിട്ട് വേവിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 കറുവപ്പട്ടയും, ചെറിയ ചെറിയ പീസാണ് കേട്ടത്, 4 ഏലക്കായ, ഒരു ബേ ലീഫ്, 3-4 കറാമ്പൂവ് അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 സവാള ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണിത്. ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്താൽ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ കിട്ടുക, അതുപോലെ വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചതച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതും കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി മല്ലിയിലയാണ് കേട്ടോ, അരിഞ്ഞെടുത്ത മല്ലിയില, അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ചേർക്കുന്നത് ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമുക്ക് ഒരു 5 സെക്കൻഡ് നേരം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ബൗളിൽ കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാരറ്റ്, അതും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ. പിന്നെ ഇത് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത വെള്ളക്കടലയാണ്, അത് നമുക്കൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 2 സെക്കൻഡ് നേരം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ഒരു വലിയ ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതേപോലെ ക്യാരറ്റിൻ്റെ അളവിൽ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ. ഉരുളൻകിഴങ്ങ് ഇടുന്നതിന് മുന്നേ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒപ്പമാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ,
ഇതുപോലെ ഉരുളൻകിഴങ്ങിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലിന് ശേഷം ഇത് നന്നായിട്ട് വേവിട്ടോ. കറക്റ്റ് പാകത്തിന് വിസിൽ വന്ന് 2 വിസിലിന് ശേഷം ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് നല്ല പാകത്തിന് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ വെജിറ്റബിളൊക്കെ നമുക്ക് വെന്ത് കിട്ടാൻ. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ദം ഇടാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് മസാല ഇട്ടൊന്ന് നിരത്തി കൊടുക്കാം. മസാല നിരത്തി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മീതേക്ക് ഊറ്റി വെച്ച ചോറ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ പച്ചരി ഇതുപോലെയാണ് വേവിച്ചെടുക്കാറ്. നമ്മൾ ചോറ് വെക്കൂലേ, ആ വെക്കുന്ന അതേപോലെ തന്നെയാണ് പച്ചരിയും ഞാൻ ഊറ്റിയെടുക്കാറ് കേട്ടോ. വേവിച്ചിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം. ഒരു 80% വേവായാൽ മതി കേട്ടോ അരി. എന്നിട്ട് ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഇതുപോലെ ബാക്കിയുള്ള മസാല കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മസാല ഒന്ന് നീക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മീതേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ട്രിപ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ തവണ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം ചോറ് നിരത്തി കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് പശുവിൻ നെയ്യോ RKGയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടിയും ഒരു നുള്ള് കുരുമുളക് പൊടിയും ഇതുപോലെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ ഈ മല്ലിയില അത് നമുക്ക് ഇതിൻ്റെ മീതേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. മല്ലിയില വിതറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മീതേക്ക് നമുക്ക് വറുത്തെടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി, സവാള, ഇത് വറുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മീതേക്കൊന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാം. കണ്ടില്ലേ, 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണി കിട്ടുക. വളരെ രുചികരമായ ഒരു ബിരിയാണിയാണിത്. നമുക്ക് ബിരിയാണി അരിയുടെ ഒട്ടും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രുചികരമായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും. വളരെ രുചികരമായ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.